ഹലോ മക്കളെ, അപ്പോൾ ഓണം എക്സാമിന് നമുക്കിനി ബെയർലി 25 ദിവസമേ ബാക്കിയുള്ളൂ. ഇനിയെങ്കിലും നമ്മളതിന് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യം ഒരു സംശയമില്ല. എന്നാൽ ഇനിയെങ്കിലും നിങ്ങൾ നന്നായി പഠിച്ചു തുടങ്ങാൻ വേണ്ടി റെഡി ആണെങ്കിൽ ഈ ഇവിടെ കാണുന്ന പോലെ തന്നെ 0 to ഹീറോ ലെവലിലേക്ക് എത്തിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു 25 days പ്ലാൻ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഒന്നും പഠിച്ച് തുടങ്ങാത്തവർക്കൊക്കെ വരെ ഈസി ആയിട്ട് ഈ ഓണം എക്സാമിൽ തന്നെ ഫുൾ മാർക്ക് എന്ന് ഞാൻ പറയുന്നില്ല, ഡിപ്പെൻസ്. പക്ഷേ നിങ്ങളുടെ മാക്സിമം ലെവലിലേക്ക് മിനിമം ഒരു A ഗ്രേഡ് ലെവലെങ്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓണം എക്സാമിൽ തന്നെ ആക്കിയെടുക്കാൻ പറ്റും. അതിന് ഈ ഒരു സിമ്പിൾ പ്ലാൻ, വളരെ ഈസി പ്ലാനാണ്. 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ആ 3 സ്റ്റെപ്സ് അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ആദ്യം സ്റ്റെപ്സ് ഏതാൻ പറഞ്ഞുതരാം, പിന്നെ അത് എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി. ഫസ്റ്റ് സ്റ്റെപ്പാണ്, നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററെങ്കിലും എല്ലാ സബ്ജക്ട്സിലെയും ആദ്യത്തെ ചാപ്റ്ററെങ്കിലും ഒന്ന് പഠിച്ച് തീർക്കണം. ഓക്കെ, പല കുട്ടികളും ഭയങ്കര പ്ലാൻ ഉണ്ടാക്കും, ടൈം ടേബിൾ ഉണ്ടാക്കും, അതുണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ വീഡിയോ കാണുന്നതിൽ തന്നെ ഒരു പകുതി കുട്ടികളും ഫസ്റ്റ് ചാപ്റ്റർ പ്രോപ്പറായി പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാ സബ്ജക്ട്സിലും ഫസ്റ്റ് ചാപ്റ്ററെങ്കിലും പഠിച്ച് തീർക്കുക എന്നുള്ള ഒരു ഗോൾ ഉണ്ടാക്കുക, അത് ചെയ്യാം. അത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ആപ്പിലുള്ള ക്ലാസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ കണ്ടു തീർത്തില്ലെങ്കിൽ അത് കണ്ടു തീർക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഏറ്റവും ഡീറ്റെയിൽ കണ്ടന്റ് അവിടെ ഉണ്ടാവും, എക്സാമിന് എല്ലാ കാര്യങ്ങളും അവിടെ കവേർഡ് ആയിരിക്കും. ഇനി അത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ബാച്ചിൽ ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഓഫർ ഉണ്ട്. മാത്രമല്ല ഓണം എക്സാമിന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓണം എക്സാമിന് മുമ്പ് ഫുൾ സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ടാവും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഒന്നെങ്കിൽ അത് ചെയ്യാം. ഇനി അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, യൂട്യൂബിൽ വൺ ഷോട്ട് എങ്കിലും കാണാം. ഇപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ള വൺ ഷോട്ട് ക്ലാസ് അവിടെ കിടപ്പുണ്ട്. അത് കാണാൻ വേണ്ടി അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലയോ. ജസ്റ്റ് ഒരു 1 hour നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ തീർക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മാത്സ് അല്ലെങ്കിൽ സയൻസ് പോലത്തെ സബ്ജക്ട്സിൻ്റെ ഒക്കെ ആദ്യം നിങ്ങൾ തീർക്കുക. അപ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് ചെയ്തൊരു ഫീലിംഗ് കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. മനസ്സിലായി? ഇത് മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസിൻ്റെ കളിയും കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും തീർത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് കോൺഫിഡൻസ് കിട്ടില്ല, വെറും ആങ്സൈറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അറ്റ്ലീസ്റ്റ് മെയിൻ സബ്ജക്റ്റിനെങ്കിലും, ലാംഗ്വേജസിൻ്റെ കാര്യമൊക്കെ വിടും, സോഷ്യൽ, സയൻസ്, മാത്സ്, ഇതിൻ്റെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ തീർത്താൽ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കോൺഫിഡൻസ് മാത്രമല്ല, മാർക്ക് കിട്ടുകയും ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഓണ പരീക്ഷ വരാൻ പോകുന്നത് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്നായിരിക്കും മിക്ക സബ്ജക്ട്സും. അപ്പോൾ അത് നമ്മൾ ആദ്യം കൂടി തീർക്കുക. അറ്റ്ലീസ്റ്റ് തിയറി ഭാഗങ്ങളിൽ തീർക്കുക, വൺ ഷോട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ ബാച്ചിലെ ക്ലാസ് കണ്ടിട്ട്. അവിടെ മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തു തീർത്തിയാൽ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പഠിച്ചു, ഇനി ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഈ ഓണം എക്സാമിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല ഓണപ്പരീക്ഷയിലെ പേപ്പർ സെറ്റ് ചെയ്യുക. അവിടെ ചോദ്യങ്ങളാണ് ഉണ്ടാകുക. അപ്പോൾ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ സെപ്പറേറ്റ്ലി പഠിക്കണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈസ് ആ ഫസ്റ്റ് ചാപ്റ്ററിന് തന്നെ, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ പാടത്തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്കിനുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ പറ്റുമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഈ 2 കാര്യങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന് എല്ലാ കാര്യവും സെറ്റായി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ്. നിങ്ങൾ പേടിക്കണം, നിങ്ങൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടിയാണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ആപ്പിൽ തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഭയങ്കര കോൺഫിഡൻസ് മാത്രമല്ല, പരീക്ഷ മാർക്ക് കിട്ടുകയും ചെയ്യും. കാരണം ഇതിൻ്റെ മുകളിലൊന്നും വേറെ ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യാം. സിമ്പിൾ, ഫസ്റ്റ് ചാപ്റ്റർ മാത്രം മതി. എന്നിട്ട് ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ഫോർ സെക്കൻഡ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക, ചാപ്റ്റർ പഠിക്കുക. അതെങ്ങനെ വേണേൽ പഠിക്കാം, നിങ്ങൾക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയി പഠിക്കണം, വൺ ഷോട്ട് കണ്ട് പഠിക്കാം. പക്ഷെ അപ്പോൾ മനസ്സിലാക്കണം, ആ വൺ ഷോട്ട് കണ്ടുള്ള പഠനം, ആ സ്റ്റൈല് എല്ലാ ചാപ്റ്ററും പബ്ലിക് എക്സാം വരെ ചെയ്തുകൊണ്ടിരുന്നാൽ A ഗ്രേഡിന് അടുത്ത് പോലും കിട്ടില്ല. പാസ്സാക്കാൻ പറ്റും, പക്ഷെ ആ ലെവലിൽ എത്താൻ പറ്റില്ല. അത് റിയാലിറ്റിയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ ചാപ്റ്റർ പഠിക്കുന്ന രീതിയിലാവണം. ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ക്ലാസ് കണ്ട് പഠിക്കണം. ഒന്നെങ്കിൽ ബാച്ചിലെ ക്ലാസ് ഉപയോഗിച്ച് പഠിക്കാം, ടോപ്പിക് വൈസ് ക്ലാസ്സോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ് ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് ബാച്ചിൽ നിന്ന് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. പക്ഷെ അത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും പിന്നീട്. തൽക്കാലം ഈ രീതിയിലെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ റിവൈസ് ചെയ്യാം. ഇത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ പലരും നിങ്ങൾ തേർഡ് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല. നിങ്ങൾ അതും കൂടി ചെയ്യാൻ നോക്കിയാൽ ഈ ഫസ്റ്റ് 2 ചാപ്റ്റർ നിങ്ങൾ പ്രോപ്പറായി പഠിക്കില്ല. മിക്ക സബ്ജക്ട്സിനും തേർഡ് ചാപ്റ്റർ വരെയൊക്കെ ആയിരിക്കും എന്തുണ്ടാവും, ഓണം എക്സാമിന് ഉണ്ടാവും. ആകെ മാത്സും സോഷ്യലിന് മാത്രമേ ഡിഫറൻസ് വരുള്ളൂ. മാത്സും സോഷ്യലിന് ഞാൻ ഫസ്റ്റ് 2 ചാപ്റ്റർ പഠിക്കുക എന്ന് പറയുന്നതിന് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 4 ചാപ്റ്റേഴ്സ് അല്ലെ 5 ചാപ്റ്റേഴ്സ്. സിലബസിന് 6 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 5 ചാപ്റ്റർ വരെയെങ്കിലും പഠിക്കാം. അവസാന ചാപ്റ്റർ വേണമെങ്കിൽ വിടാം, അറ്റ്ലീസ്റ്റ് തൽക്കാലം വിടാം. അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പഠിക്കുന്ന കാര്യം അത്യാവശ്യം സാമാന്യം വൃത്തിക്ക് പഠിക്കാം.
അത് പെർഫെക്റ്റ് ആക്കണം എന്നല്ലേ പറയുന്നത്, അത് നമുക്ക് പിന്നീട് പബ്ലിക് എക്സാം സമയത്താക്കാം. സാമാന്യം വൃത്തിക്കെങ്കിലും പഠിക്കാം. അത് ഈ രീതിയിൽ 3 സ്റ്റെപ്പിൽ നിങ്ങൾ ഫോളോ ചെയ്യാം. ഈ 3 സ്റ്റെപ്പ് എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്താൽ നടക്കില്ല, കാരണം നമുക്ക് ഇങ്ങനെ ഇൻഫിനിറ്റ് ടൈമൊന്നും കിടപ്പില്ല. നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് ടൈമുള്ളൂ, 25 ഡേയ്സേ ഉള്ളൂ. ഈ 25 ഡേയ്സിനെ നിങ്ങൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് 10 ദിവസം, പിന്നെ അടുത്ത 10 ദിവസം, പിന്നെ ലാസ്റ്റ് 5 ദിവസം. ഫസ്റ്റ് 10 ദിവസത്തിൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്ലസ് ക്വസ്റ്റ്യൻസ് തീർത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് മെയിൻ സബ്ജക്ട്സ് മാത്സ്, സയൻസ്, സോഷ്യൽ നിങ്ങൾ തീർത്തിരിക്കണം. ഓക്കെ, അത് ടാർഗറ്റ് ആയിട്ട് വെക്കുക. ഓരോ ദിവസം ഏത് പഠിക്കുക, ഏത് തീർക്കും എന്നുള്ള ടാർഗറ്റ് ആയിട്ട് വെക്കുക. സെക്കൻഡ് 10 ദിവസം, രണ്ടാമത്തെ 10 ഡേയ്സ്, 11 to 20 ഡേയ്സ്, സെക്കൻഡ് ചാപ്റ്റർ സെയിം രീതിയിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു B+A ഗ്രേഡിലേക്ക് സംഗതി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ട്രാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടാമത്തെ 10 ദിവസം, അതായത് ഡേ 20 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചൊക്കെ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ശതമാനം മറന്നു പോയിട്ടുണ്ടാവും. പഠിച്ചത് യൂസ്ലെസ് ആണെന്നല്ല, പഠിച്ച പലതും കോൺസെപ്ച്വലി തലയിൽ സംഭവം ഉണ്ടാവും, കോൺസെപ്റ്റ് ഇതുണ്ടാവും തലയിൽ, പക്ഷെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് റിവൈസ് ചെയ്യാൻ നിങ്ങൾ സമയം ഉണ്ടാക്കിയില്ലെങ്കിൽ, ഇത് പഠിച്ചു എന്ന് പറയുന്നത് ഒക്കെ കൊള്ളാം, പക്ഷെ പരീക്ഷ പേപ്പറിൽ ചോദ്യം വരുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവസാനത്തെ ഒരു 5 ഡേയ്സ് കീപ് ഫോർ റിവിഷൻ, പ്യുവർ റിവിഷന് വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ റിവിഷൻ ചെയ്യാം. അതിൻ്റെ ഇടയിൽ സമയം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, തേർഡ് ചാപ്റ്ററും കൂടി പഠിച്ചെടുത്ത് ഓപ്ഷണലി നിങ്ങൾ എന്ത് ചെയ്യുക, തേർഡ് ചാപ്റ്റർ പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ പരീക്ഷയിൽ A+ കിട്ടുമോ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തായിരിക്കും, നിങ്ങളിപ്പോൾ 0-ലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീറോ ആവും. അത് ചിലപ്പോൾ B+ കിട്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ A ഗ്രേഡ് കിട്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ A+ കിട്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയിട്ടായിരിക്കും. പക്ഷേ ഈ ട്രാൻസിഷൻ എല്ലാവർക്കും പോസിബിൾ ആണ്. ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾ ഈ ഓണം എക്സാമിന് തന്നെ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, ഇനി വരുന്ന പരീക്ഷകൾ, അതിന് ശേഷം വരുന്ന പരീക്ഷകൾ നിങ്ങൾ A+ തന്നെ അടിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംഭവം പരിപാടി നടക്കും എന്നുള്ള കാര്യം. ആ നടക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ പരീക്ഷ A+ഉം ഫുൾ മാർക്കും ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക നിങ്ങൾ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും, കാരണം അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതല്ലാതെ നിങ്ങൾ ഒരു എഫേർട്ട് എടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി എക്സാമിനറുടെ സഹായം ബാച്ചിലൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ഇൻ അവർ ബാച്ച്. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10% എക്സ്ട്രാ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നുണ്ട്, അതും കൂടി ഉപയോഗിക്കാം. ഓണം എക്സാം സ്പെഷ്യൽ ബാച്ച് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മൺഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ജോയിൻ ചെയ്താൽ ഇത് കംപ്ലീറ്റ് സാധനം പ്രോപ്പറായിട്ട് ബാപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അവിടെയും ഇവിടെയും പോയി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതും കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്തായാലും നമ്മൾ ഈ ഒരു 25 ഡേയ്സ് നമ്മൾ തകർക്കും. നിങ്ങൾ റെഡിയാണ്, റെഡി എന്ന് പറഞ്ഞോളൂ. നമുക്ക് എന്ത് ചെയ്യാം, പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ യൂട്യൂബിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എന്താണെന്നുള്ളവരെ ഉടനെ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ, നമുക്ക് പൊളിക്കണം.